ബി.ജെ.പി ഭാരവാഹികളെ ചൊല്ലി സംസ്ഥാന ഭാരവാഹികളെ ചൊല്ലി ബി.ജെ.പിക്കുള്ളിൽ കലഹം മൂർച്ഛിച്ചിരിക്കുകയാണ് എന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ ഭാരവാഹികളുടെ ലിസ്റ്റുമായിട്ട് ഡൽഹിക്ക് പോയിരിക്കുന്നു എന്നാണ് കേട്ടത്. അതിൽ ഇതുവരെ ബി.ജെ.പിയിൽ ഇല്ലാതിരുന്ന ഒരാളെ ഉൾപ്പെടുത്തിയെന്നും പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു മുൻ വിശ്വ പരിഷത്ത് നേതാവാണ്, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയെന്നും അതിനെ ചൊല്ലി ബി.ജെ.പിക്കുള്ളിൽ വലിയ കലഹമാണെന്നും കേൾക്കുന്നു. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇപ്പോൾ കലഹവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പേരുകൾ മുഴുവൻ ഇത്തരം ആരോപണങ്ങൾ തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രതീഷ് ആയാലും, പിന്നീട് ഈ പ്രതീഷിനോടൊപ്പം ആ വിവാദത്തിലുണ്ടായിരുന്നതാണല്ലോ അബ്ദുള്ളക്കുട്ടി, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ എന്തായാലും ഈ വിവാദങ്ങൾ തള്ളിയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ എന്തായാലും ഈ വിവാദം അവർ പറയും പോലെ കൊണ്ട് മാത്രം അത് അവസാനിക്കുമോ? അവസാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഈ രാജീവ് വന്നപ്പോൾ നമുക്കറിയാം വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുകയും പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കുകയും ചെയ്ത് അതിനുശേഷം നിരന്തരം വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടു. പക്ഷേ നമുക്ക് മുൻകാലങ്ങളിൽ അറിയാവുന്നതുപോലെ തന്നെ കുമ്മനം എന്നൊരു നേതാവ് എല്ലാ വിഭാഗീയതയ്ക്കും എതിരായി ഒരു കേന്ദ്ര ബിന്ദുവാക്കി മാറ്റാൻ കേന്ദ്ര നേതൃത്വം ശ്രമിക്കുകയും അവിടെ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് രാജീവിനെയും കാത്തിരിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. രാജീവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില പക്ഷത്ത് മാത്രം ചുരുങ്ങുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു തൃശ്ശൂരിൽ നാം കണ്ടത്. തൃശ്ശൂരിലെ യോഗത്തിൽ നിന്നും വി മുരളീധരനും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനെയും അടക്കമുള്ളവരെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒഴിവാക്കുന്നത് മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, ഇപ്പോൾ ജില്ലാ നേതൃത്വ യോഗങ്ങളിൽ ഉൾപ്പെടെ ഇവരെ ഉൾപ്പെടുത്തുകയും ഇവർ ചിത്രങ്ങൾ പോലും വയ്ക്കാൻ എന്തായാലും പുതിയ നേതൃത്വം തയ്യാറാകുന്നില്ല. നമുക്ക് മുൻകാലങ്ങളിൽ അറിയാവുന്നതാണ്, ഈ കെ സുരേന്ദ്രനും വി മുരളീധരനും അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. അവർ വലിയ രീതിയിൽ കരുത്തുറ്റ നേതാക്കളാണ്. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ അങ്ങനെയാണല്ലോ, ബി.ജെ.പിക്കുള്ളിൽ കരുത്തുറ്റ നേതാവാണെങ്കിലും പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഒരു 5,000-10,000 വോട്ട് മാത്രം നേടുന്ന മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത് കാഴ്ചയാണ് നാം പല നേതാക്കളെയും കണ്ടിട്ടുള്ളത്. അതിൽ നിന്നും ആ കാലത്ത് പഴയ തലമുറയിൽ നോക്കുകയാണെങ്കിൽ അതിലൊരു വ്യത്യസ്തമായി വന്നിട്ടുള്ളത് രാജഗോപാൽ മാത്രമാണ്. അദ്ദേഹം മാത്രമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമ്പോൾ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു കഴിവ് കാണിച്ചിട്ടുള്ളത്. അല്ലാതെ നാം ഏത് നേതാവിനെ പരിശോധിച്ചാലും അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരു മണ്ഡലങ്ങളിലും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ നിന്നും വിപരീതമായിട്ടുള്ള നേതാക്കളാണ് സുരേന്ദ്രനായാലും മുരളീധരനായാലും. സുരേന്ദ്രന്റെ ഈ പാർലമെന്ററി രാഷ്ട്രീയം പരിശോധിച്ചാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് അദ്ദേഹം കൂടുതൽ തിളങ്ങിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്തും അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാസർഗോഡും ഇദ്ദേഹം മത്സരിക്കുമ്പോൾ വലിയ രീതിയിലേക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2016 കേവലം 89 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ തോറ്റത്. അതെ, അദ്ദേഹത്തെ തോൽപ്പിക്കുന്ന ഒരു നിലപാടാണ് പലപ്പോഴും അവിടെ നടക്കുന്നതായി ഇപ്പോൾ SDP തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സുരേന്ദ്രനെ തോൽപ്പിക്കാനായി തന്നെ മുസ്ലിം ലീഗിന് വോട്ട് മറിക്കുന്നത് പതിവാണെന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല നമ്മുടെ CPM അവിടെ അത്തരത്തിൽ കാസർഗോഡും ഈ മഞ്ചേശ്വരത്തും ബി.ജെ.പിയെ തോൽപ്പിക്കാൻ വോട്ട് മറിച്ചിട്ടുണ്ട്. അതുപോലെ പാലക്കാടും അത് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2021 ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ അവിടെ ഷാഫി പറമ്പിലിൻ്റെ വിജയം കേവലം 3000 ചില്ലുവാന വോട്ടുകൾക്കാണ്. അന്ന് ഈ LDF CPM അവിടെ വലിയ രീതിയിൽ പുറകിലേക്ക് പോയി. വലിയ കുറവാണ് CPM-ന് അവിടെ അനുഭവപ്പെട്ടത്. അവിടെയും ഈ ആക്ഷേപം ഉയർന്നിരുന്നു. CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ചില പഞ്ചായത്തുകളിൽ കോൺഗ്രസിന് ഗണ്യമായിട്ട് വോട്ട് കൂടി എന്നുള്ളത്. ഈ കാസർഗോഡും മഞ്ചേശ്വരവും മാത്രമല്ല, ഏറ്റവും അവസാന ഘട്ടം നാം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ശക്തിയുമില്ല, സംഘടനാ സംവിധാനം ഒട്ടുമില്ലാത്ത ഒരു ജില്ലയാണ് വയനാട്. ജില്ലയിൽ പോലും കെ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മത്സരിക്കുക 69,000-ൽ നിന്നും 1.5 ലക്ഷത്തിലധികം വോട്ടിലേക്ക് അവിടെ വോട്ട് വർധനവ് നടത്താനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായ ഒരു നേതാവാണ് വി മുരളീധരനും. അദ്ദേഹവും ഈ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ വലിയ രീതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത് നാം കണ്ടിട്ടില്ല. 2009 ലോക്സഭയിലേക്ക് കോഴിക്കോടൊന്ന് മത്സരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് 2016 കഴക്കൂട്ടത്താണ്. പിന്നീട് കഴക്കൂട്ടത്ത് ആ തെരഞ്ഞെടുപ്പ് നമുക്ക് പരിശോധിച്ചാൽ അറിയാം, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 2ാം സ്ഥാനത്ത് വരാൻ പിന്നീട് കോൺഗ്രസ് ആ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തോ 1ാം സ്ഥാനത്തോ എത്തിയിട്ടില്ല. ആ രീതിയിലേക്ക് കോൺഗ്രസിനെ പിന്നിലോട്ട് അടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം മത്സരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അവിടെ അദ്ദേഹം അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ്.
ആറ്റിങ്ങൽ പോലുള്ള ഒരു മണ്ഡലത്തിൽ ഒരു കാലത്ത് കണ്ണൂരും കാസർഗോഡും പാലക്കാടിന് സമാനമായി തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ. പല സർവേകളും നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം, സമ്പത്തടക്കമുള്ള നേതാക്കൾ മത്സരിക്കുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും പരാജയപ്പെടുമെന്ന് സർവേകൾ സൂചിപ്പിക്കുമ്പോൾ പോലും കണ്ണൂരും അതോടൊപ്പം തന്നെ ഈ കണ്ണൂരിൽ പോലെ പരാജയം പ്രവചിക്കുമ്പോൾ പോലും 2009 അങ്ങനെയാണ് സംഭവിച്ചത്. 16 സീറ്റുകളിൽ UDF ജയിച്ചപ്പോൾ, കണ്ണൂർ പോലും UDF ജയിച്ചപ്പോൾ, ഈ ആറ്റിങ്ങൽ, ആലത്തൂർ, പാലക്കാട്, കാസർഗോഡ് ഈ 4 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് CPM വിജയിച്ചത്. CPI എല്ലായിടത്തും തോറ്റു. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം കൂടി ഇതിന്റെ പുറകിലുണ്ട്. അല്ല, അതാണ് ഏത് സർവേ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആറ്റിങ്ങൽ എന്ന മണ്ഡലം എല്ലാ കാലത്ത് സർവേയിൽ പോലും ഉൾപ്പെടുത്താൻ നമുക്ക് ഈ CPMന്റെ ഭാഗത്തെ പറയാൻ കഴിയുള്ളൂ. ആ രീതിയിൽ അത്രത്തോളം സംഘടനാ ശേഷിയുള്ള, അത്രത്തോളം MLA-മാരുള്ള. ഇന്നിപ്പോ 2024 എത്തിയപ്പോൾ ചിത്രമാകെ മാറി. കാരണം ഇന്ന് ഈ LDF-ഉം BJP-യും തമ്മിൽ വലിയ അകലമില്ല. BJP അവിടെ 3-ാം സ്ഥാനത്താണെങ്കിലും LDF-ഉം BJP-യും തമ്മിൽ വലിയ അകലമില്ല. അല്ല, ആ മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇപ്പോൾ അനിരുദ്ധൻ, അതോടൊപ്പം സമ്പത്ത്, ആനത്തലവട്ട ആനന്ദൻ, പിന്നീട് ഇപ്പോൾ ഏറ്റവും അവസാനം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിലേക്കാണ് BJPക്ക് ഇത്രയും വലിയ വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് V മുരളീധരനിലൂടെയാണ്. അത് ഈ ജോയുമായി ബന്ധപ്പെട്ട് മറ്റൊരു രസകരമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ ഈ പാർട്ടിയെ നയിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ പുതിയ ജില്ലാ സമ്മേളനം ഉണ്ടായിട്ടുണ്ടല്ലോ, പുതിയതായി തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ പോരാട്ടം BJPക്കെതിരെ ആയിരിക്കുമെന്ന്. പക്ഷേ സ്വന്തം ബൂത്തിൽ ലീഡ് ചെയ്തത് BJP നേതാവായ V മുരളീധരനാണ്. ആ രീതിക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ BJP വളർന്നിരിക്കുന്നത്, ആറ്റിങ്ങലിൽ വളർന്നിരിക്കുന്നത്. അങ്ങനെ വളർച്ചയ്ക്ക് കാരണമായ നേതാക്കളെല്ലാം വെട്ടി ഒതുക്കി എന്തായാലും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എന്തുകൊണ്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നാം പല സംസ്ഥാനങ്ങളും പരിശോധിക്കുമ്പോൾ അറിയാം ഇത്രയും വലിയ പ്രതിസന്ധികൾ. പ്രതീഷ് വിശ്വനാഥിന്റെ കാര്യത്തിലേക്ക് വരാം. എന്താണ് പ്രതീഷ് വിശ്വനാഥിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്? അദ്ദേഹത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അതോ ഈ പറയുന്നത് പോലെ വെറും ചില വാർത്തകളാണോ? എന്താണ് സത്യാവസ്ഥ? അല്ല, അതിലേക്കാണ് വരുന്നത്. ഇത്തരം നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടാണ് സുരേന്ദ്രനും V മുരളീധരനും അടക്കമുള്ള നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ നേതാക്കളെ, കാരണം രാഷ്ട്രീയപരമായി എത്രത്തോളം പരിചയമുണ്ടെന്ന് സംശയിക്കുന്ന പുതിയ നേതാക്കളെ കൊണ്ടുവന്ന് രാജീവ് ചന്ദ്രശേഖറിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇത്തരം വിവാദങ്ങൾക്കുള്ള അടിസ്ഥാനം. കാരണം അദ്ദേഹത്തിൻ്റെ ടീമുമായി ഇപ്പോൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ഷോൺ ജോർജ്, അനൂപ് ആന്റണി അടക്കമുള്ള ഇത്തരം പ്രതീഷ് വിശ്വനാഥ് അടക്കമുള്ള നേതാക്കളാണ്. പ്രതീഷ് വിശ്വനാഥുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കുറച്ച് നാളുകളായി തന്നെ അദ്ദേഹം വലതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അതീവ തീവ്രമായ പ്രസ്താവനകൾ നടത്തുന്ന ഒരു നേതാവാണ്. കേന്ദ്ര നേതൃത്വം തന്നെ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞിരുന്നത് എന്താണ്, കേരളത്തിൽ BJP വളരണമെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ നിരന്തരം ക്രൈസ്തവ നേതാക്കളെ കാണുകയും അവരോട് നിരന്തര സമ്പർക്കം പുലർത്തുകയും അവർക്ക് വലിയ രീതിയിൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നാം തൃശ്ശൂരിൽ കണ്ടതും പിന്നീട് മധ്യ കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഈ വിവാദങ്ങളെ പ്രതീക്ഷ അടക്കമുള്ള നേതാക്കളെ BJPയിൽ എത്തിക്കുകയും അത് വലിയ രീതിയിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളും ഈ BJP വിരോധികളുമാണ്. അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഈ പ്രതീഷ് അടക്കമുള്ള നേതാക്കളെ ചൂണ്ടിക്കാട്ടി ക്രൈസ്തവ വോട്ടുകളിൽ BJPക്ക് വിള്ളലുണ്ടാക്കുക എന്നതാണ്. നമുക്ക് കുറച്ച് നാളുകളായി പരിശോധിച്ചാൽ അറിയാം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നൊരു തിരിച്ചറിവ് ഉണ്ടായതിന് പിന്നാലെ തന്നെ മണിപ്പൂർ വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയാവുകയാണ്. അതിനു മുൻപ് വരെ മണിപ്പൂരിൽ ഇപ്പോൾ അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുകയാണല്ലോ. ആരാണ് അവിടെ ചർച്ച ചെയ്യുന്നത്? മണിപ്പൂരിനെ കുറിച്ച്. ഇപ്പോൾ ഗാസയെ കുറിച്ചാണ് കരച്ചിൽ, മണിപ്പൂരിനെ കുറിച്ച് മൗനത്തിലാണ്. പിന്നീട് നാം കണ്ടത് വിജയമുണ്ടായതിനു ശേഷം അദ്ദേഹം ഈ ക്രൈസ്തവ വിഭാഗങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിക്കാൻ സുരേഷ് ഗോപി BJP ശ്രമിച്ചപ്പോൾ ഈ സ്നേഹയാത്ര എന്ന് പറഞ്ഞ് ഈ ക്രൈസ്തവരുടെ വീടുകൾ സന്ദർശിച്ചപ്പോൾ വീണ്ടും ഉണ്ടായി ഇത്തരം ഒരു നീക്കം. അത് ഈ ഉത്തരേന്ത്യയുമായി ബന്ധപ്പെട്ടാണ്. ഉത്തരേന്ത്യയിൽ ഛത്തീസ്ഗഡിൽ എന്താണ് നടക്കുന്നത്, മധ്യപ്രദേശിൽ എന്താണ് നടക്കുന്നത്, ഡൽഹിയിൽ എന്താണ് നടക്കുന്നത്, അവിടെ പള്ളിയിൽ അച്ഛന്മാരെ ആക്രമിക്കുകയാണ്, പള്ളിയിൽ കയറി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന രീതിയിലുള്ള ഒരു ചർച്ച ഉണ്ടാകുകയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പുതിയ ചർച്ചയാണ് ഈ പ്രതീക്ഷയുമായി ഉണ്ടാകുന്നത്. കാരണം പ്രതീക്ഷ വരികയാണ്, ഇനി ക്രൈസ്തവർക്ക് എന്തെങ്കിലും രക്ഷയില്ല എന്ന രീതിയിലുള്ള ചർച്ച. പക്ഷേ രക്ഷയില്ല.
അതോടൊപ്പം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരു കാര്യം കൂടെ ചർച്ചയാകുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഇത്തരം വ്യാജ വാർത്തകൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ BJP-യുടെ നേതൃത്വം മൗനം പാലിക്കുന്നതെന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നത്. അവർ നമ്മളായിട്ട് കൂടുതൽ വിവാദം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് അവർ ഒതുങ്ങി കൊടുക്കുന്നതായിരിക്കാം. എന്നാലും അല്ല, അത് പാർട്ടി അണികളുടെ ഭാഗത്ത് നിന്ന് ആ ചർച്ച ഉണ്ടാക്കുന്നതാണ്. കാരണം തുടർച്ചയായി തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സീസൺ അനുസരിച്ചാണ് വാർത്ത. BJP-ക്കെതിരെ സീസൺ അനുസരിച്ച് വാർത്ത. അതിൻ്റെ ഒരു ബലമാണോ ഈ പ്രതീഷിന്റെ വരവെന്നും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണോ കലഹമാണോ അതോ ഇത്തരം നീക്കങ്ങൾ ഈ ഗൂഢമായ എതിർപ്പാണോ? അതാ എന്തായാലും ഈ ലിസ്റ്റ് വരുമ്പോൾ മാത്രമേ നമുക്കിനി തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ.